നമസ്കാരം. നമ്മുടെ രാജ്യത്തെ പാർലമെന്റിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് വലിയ തരത്തിലുള്ള ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ മുന്നണിയുടെയും നേതൃത്വത്തിലാണ് ഈ കലാപരിപാടി നടക്കുന്നത്. ബീഹാർ തിരഞ്ഞെടുപ്പ് വിഷയമാണ് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മുഖ്യ കാരണം എന്ന് പറഞ്ഞാൽ ബീഹാറിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഏകദേശം 52 ലക്ഷം വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവർ ബഹളം വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്തായിരിക്കാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുപോലെ ഒരു നടപടി ബീഹാറിൽ എടുത്തിരിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ഒരു 40 വർഷത്തിനിടയിൽ ബീഹാറിലും അസമിലും അതോടൊപ്പം തന്നെ ഒറീസയിലും പശ്ചിമ ബംഗാളിലും അടക്കം പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് മ്യാൻമറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ഏകദേശം 3 കോടിയിൽ താഴെ ആളുകൾ കുടിയേറിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. അപ്പൊ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇവിടെ ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങളടക്കമുള്ള കുടിയേറ്റ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് അധികാരം ലഭിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ വോട്ട് ബാങ്കായിട്ട് ഇവന്മാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ഇത് ആർക്കെതിരായി വരാനാണ് സാധ്യത? കോൺഗ്രസിന്റെ പിണിയാളന്മാരായിട്ടുള്ള RLD അടക്കമുള്ള പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ബഹളം വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഈ കുടിയേറ്റക്കാരായിട്ടുള്ള ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ അടക്കമുള്ള വോട്ടുകൾ ഇവിടെ ലഭിക്കുന്നത് ഈ വിധ രാഷ്ട്രീയ പാർട്ടികൾക്കാണ്, തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കാണ്, ഒരു സംശയമില്ല. അപ്പോൾ ബീഹാറിലെ 52 ലക്ഷത്തോളം ഇതുപോലെയുള്ള വോട്ടുകൾ, അത് മരിച്ചവരുടെ പേര് വിവരങ്ങൾ, അതോടൊപ്പം തന്നെ നിലവിൽ ജില്ല വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുള്ള ഏകദേശം 26 ലക്ഷം ആളുകളുടെ പേരുകൾ, ഇവരൊന്നും കൃത്യമായിട്ടുള്ള സ്ഥലമോ വിവരമോ ഒന്നും നൽകുന്നില്ല. നേരെ അങ്ങോട്ട് വന്ന് വോട്ട് ചെയ്ത് പോകാം എന്നുള്ളൊരു കലാപരിപാടിയാണ് ഇത്രയും കാലം അവർ ചെയ്തത്. അപ്പോൾ ഇത്തവണ അത് കൃത്യമായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടുകൊണ്ട് ഇതിൽ വലിയ രീതിയിലുള്ള ഒരു വിഷയം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്രയും ആളുകളുടെ പേര് വിവരങ്ങൾ വെട്ടിമാറ്റിയിരിക്കുകയാണ്. കാരണം ഇത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന്, ഭരണ സംവിധാനങ്ങളുടെ സുരക്ഷിതത്വത്തിന് പോലും ഭീഷണിയാകുന്ന ഒരു വിഷയമാണ്. എത്രത്തോളം വലിയ ബഹളം ഉണ്ടാക്കിയാലും ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇന്ത്യ മഹാരാജ്യത്തേക്ക് ഏത് കുടിയേറ്റക്കാരും വന്നു കഴിഞ്ഞാൽ അവനെ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന അതിഥി ദേവോ എന്ന് പറയുന്ന ഒരു സംസ്കാരം എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ ഈ ഹൈന്ദവ സംസ്കാരത്തിന്റെ ഒരു പാരമ്പര്യത്തോടനുബന്ധിക്കുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, അതിഥികളെ സ്വീകരിക്കുന്നത്. അതിഥികളെയാണ് സ്വീകരിക്കേണ്ടത്. ഇവർ അതിഥികളല്ല, ഇവർ രാജ്യത്തിന്റെ ശത്രുക്കളാണ്. ഒരു ശത്രുവിനെയും 2 കൈ നീട്ടി അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന ഒരു സംസ്കാരം ഇന്ത്യക്കില്ല, ഈ രാഷ്ട്രത്തിനില്ല. അത് ഉള്ളത് രാഹുൽ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിയുടെ കൂട്ടാളികൾക്കുമാണ്. അതാണ് ഇന്ന് പാർലമെന്റിൽ ഇന്നലെയായിട്ട് തെളിഞ്ഞിരിക്കുന്നത്. എന്തിനാണ് നമ്മൾ ഈ അനധികൃത കുടിയേറ്റക്കാരെ നമ്മുടെ രാജ്യത്ത് അവരെ ചുമക്കേണ്ട ആവശ്യം എന്താണ്? ഈ 3 കോടി ജനങ്ങളോളമുള്ള ആളുകളെ ഒറ്റടിക്ക് ചവിട്ടി പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കുറെ തടസ്സങ്ങളും കുറെ പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ അവർ ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവരെ പുറത്താക്കാനുള്ള നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാർ പല ഘട്ടങ്ങളിലായിട്ട് എടുക്കുന്നുണ്ട്, സംസ്ഥാന തലത്തിൽ എടുക്കുന്നുണ്ട്, അസമിലൊക്കെ ഇത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഏകദേശം ഒരു 1.5 വർഷത്തിനിടയിൽ തന്നെ അസമിൽ നിരവധി ആളുകളെയാണ് ഇതുപോലെ അനധികൃതമായിട്ട് പല സ്ഥലങ്ങളിലും അവരുടേതായിട്ടുള്ള ആരാധനാലയങ്ങൾ വെക്കുന്നു, താമസിക്കാനുള്ള സംവിധാനങ്ങൾ സ്വമേധയാ അങ്ങോട്ട് ഏറ്റെടുത്തുകൊണ്ട് അവരവിടെ താമസിക്കുന്നു. അവിടുത്തെ പരമ്പരാഗതമായിട്ട് രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള വിഷയങ്ങൾ സെറ്റ് ചെയ്യുന്നു. അസം കലാപം അടക്കമുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൊക്കർജാർ ജില്ല പോലെയുള്ള ജില്ലകളിൽ ഇവന്മാര് വലിയ രീതിയിൽ കുടിയേറി പാർത്തുകൊണ്ട് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഇല്ലായ്മ ചെയ്യാനും ഭൂമികൾ പിടിച്ചെടുക്കാനൊക്കെ നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ശ്രമങ്ങളെ BJP അധികാരത്തിൽ വന്നതിന് ശേഷം കൃത്യമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഇതിനെ വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഇത് ചെയ്യാനുള്ള ഒരു പവറും നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷന് ലഭിച്ചത് രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാർ ഇവിടെ ഉള്ളതിന്റെ പേരിലാണ്. അതാണ് ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഒരു തെല്ലും സംശയമില്ലാതെ തന്നെ ബീഹാറിലെ നിതീഷ് കുമാർ സർക്കാർ അല്ലെങ്കിൽ NDA സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ അവിടെ ഇത്രയും ആളുകൾ ഉണ്ട് എന്നുള്ളത് സർക്കാർ തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള വിഷയമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കുന്നു. ഓരോ ആളും വന്നിട്ടുണ്ടെങ്കിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ സ്ഥലവും അല്ലെങ്കിൽ ഇയാൾ അവിടെ താമസക്കാരനാണോ അല്ലെങ്കിൽ അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു സംവിധാനം മുന്നോട്ട് വെക്കുമ്പോൾ ഇത് തിരിച്ച് ഇതിനൊരു മറുപടി ഇല്ല, ഞങ്ങൾ ഇവിടെയുള്ള ആളുകളാണെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ സ്ഥിരതാമസക്കാരനാണോ എന്നൊന്നും പറയുന്നേയില്ല. ഞങ്ങൾ എവിടെയാണ് ജനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ജന്മസ്ഥലം ഏതാണ് എന്നും ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇത് പൂർണ്ണമായിട്ടും ഈ കുടിയേറ്റക്കാരായിട്ടുള്ള ഈ തീവ്ര മനോഭാവക്കാരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട്
ഇവർക്ക് വേണ്ട സഹായങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഇതിനു മുന്നുള്ള പല സർക്കാരുകളും ചെയ്തു പോന്നിട്ടുള്ളത്. പല സർക്കാരുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം കഴിഞ്ഞ 10 വർഷത്തിന് ഇടയിലാണ് ഈ പറയുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, അത് ഒറീസ ആയിക്കോട്ടെ, ഒറീസയിൽ ഇപ്പോഴാണ് അധികാരം ലഭിച്ചത്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനോടൊപ്പം ചേർന്നാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട്. അപ്പോൾ അവിടെയും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ BJP അധികാരത്തിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ ബീഹാറിൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് NDA സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത്. BJP ആണ് ഇപ്പോഴും അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് നമ്മൾ ആലോചിക്കണം. 79 സീറ്റുകളാണ് BJPക്ക് ബീഹാറിൽ മാത്രമുള്ളത്. പല കോൺഗ്രസും RLDയും JDയും അടക്കമുള്ള പ്രധാനപ്പെട്ട ബീഹാറിലെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് BJPക്ക് പുറകിലാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇപ്പോൾ JDയും BJPയും കൂടി സംയുക്തമായിട്ട് ചേർന്നുകൊണ്ടാണ് അവിടെ അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ ഇത് ബീഹാറിലും അപ്പുറത്ത് തൊട്ടടുത്തുള്ള സംസ്ഥാനമായിട്ടുള്ള അസമിലും ഇതേ സാഹചര്യം തന്നെ. കഴിഞ്ഞ 10 വർഷമായിട്ട് BJP ആണ് അധികാരത്തിലിരിക്കുന്നത്. അപ്പൊ ഘട്ടം ഘട്ടമായിട്ട് ഓരോ പ്രദേശത്തെയും അധികാരത്തിലേക്ക് BJP വരുന്നത് അവിടെയുള്ള വോട്ടർ പട്ടികയിൽ അടക്കം വലിയ തരത്തിലെ ക്രമക്കേടുകൾ ഉണ്ടാക്കിയത് ക്ലിയർ ചെയ്തിട്ടാണ്. കാരണം കോൺഗ്രസിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ത്യ മഹാരാജ്യത്ത് അധികാരത്തിൽ എവിടെയെങ്കിലും ഇരിക്കണമെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ വലിയ സഹായം വേണം. ഇത് തന്നെയാണ് പശ്ചിമ ബംഗാളിലും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഒരു വലിയ രീതിയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് CPM. പല ഘട്ടങ്ങളിലായിട്ട് ഈ പറയുന്ന കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾക്ക് റേഷൻ കാർഡും ആധാർ കാർഡും അതോടൊപ്പം തന്നെ മറ്റ് വോട്ടർ ID അടക്കം എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് തങ്ങൾക്ക് ഇത് ചെയ്തു തരുന്ന സംസ്ഥാന സർക്കാരിനാണല്ലോ സ്വാഭാവികമായിട്ട് ഈ കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് CPM ഇതേപോലെ തന്നെ ബംഗാളിൽ വലിയ തരത്തിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള, പശ്ചിമ ബംഗാളിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സഹായങ്ങൾ ചെയ്തു. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവരിത് കാലുവാരി ഇവരെ ഏറ്റവും കൂടുതൽ പ്രീണിപ്പിക്കാൻ നിലനിൽക്കുന്ന മമതാ ബാനർജിക്കൊപ്പം അവരിരുന്നു. അപ്പൊ ഇതിന്റെ പേരിലാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പോലും BJPക്ക് ജയിക്കാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള പല നിയോജക മണ്ഡലങ്ങളിലും ഇവന്മാരുടെ വോട്ട് കൊണ്ട്, ഈ അനധികൃത കുടിയേറ്റക്കാരുടെ വോട്ട് കൊണ്ട് BJP പരാജയപ്പെടുന്നു. ഇത് തന്നെ ഇപ്പോൾ ഈ പറയുന്ന ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇത് സംഭവിക്കാൻ സാധ്യതയുള്ളൂ. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വോട്ടെടുപ്പ് ഉണ്ടാവേണ്ടത്. അല്ലാതെ പശ്ചിമ ബംഗാളിൽ നിന്നും മ്യാൻമറിൽ നിന്നൊക്കെ കുടിയേറിയിരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുള്ള വോട്ടെടുപ്പിൽ സ്വാഭാവികമായിട്ട് ദേശീയതക്ക് അല്ലെങ്കിൽ കുടിയേറ്റക്കാരെയെല്ലാം പുറത്താക്കണമെന്നുള്ള നിലപാടുള്ള ഇതേ രാഷ്ട്രത്തിന്റെ സംവിധാനങ്ങൾ കൃത്യമായിട്ട് സുരക്ഷിതത്വത്തോടു കൂടി പോകണമെന്ന് പറയുന്ന BJPക്ക് ഈ പറയുന്ന കുടിയേറ്റക്കാർ വോട്ട് ചെയ്യുമോ? ഇല്ല, വോട്ട് ചെയ്യില്ല. അപ്പോൾ ഇവരെല്ലാവരെയും നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്താക്കേണ്ടതും ഇവർക്ക് ഇവിടെ എന്തെങ്കിലും സംവിധാനങ്ങൾ ഒരുങ്ങുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറ്റേണ്ടതും BJPയുടെ ഉത്തരവാദിത്വമാണ്. അത് ഈ രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു വാക്ക് തന്നെയാണ്. ആ വാക്ക് പാലിക്കുക എന്നുള്ള ഉത്തരവാദിത്വം BJPക്കുണ്ട്. ഇത് തന്നെയാണ് ഇപ്പൊ ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്രത്തോളം വലിയ രീതിയിൽ കിടന്ന് കരഞ്ഞിട്ടും മോങ്ങിയിട്ടും ഒന്നും ഒരു കാര്യമില്ല. കാരണം ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണെന്നും ഈ രാഷ്ട്രത്തിന്റെ സുരക്ഷിതത്വമാണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത് എന്നുള്ളതും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അത് അറിഞ്ഞിരിക്കുന്ന, മനസ്സിലാക്കിയിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോഴും പ്രതിപക്ഷത്തുള്ളത്. പക്ഷെ ഇവരുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഇത് വല്ലാത്തൊരു കരച്ചിലാണ്. പൗരത്വ ഭേദഗതി ബില്ലിന്റെ വിഷയം വരുന്ന സമയത്താണെങ്കിലും അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിന്റെ എടുത്തു കളയുന്ന സമയത്താണെങ്കിലും പല 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 ഘട്ടങ്ങളിലായിട്ട് കേന്ദ്രത്തിൽ ഓരോ വഖഫ് ബില്ല് പാസ്സാക്കുന്ന സമയത്താണെങ്കിലും അതിനെതിരെ കോടതി പോവുക. ഇവർ നിരന്തരം ഇത് കോടതി പോകുക. ഇതിൽ മറുഭാഗത്ത് അനധികൃതമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും നേടാൻ ശ്രമിക്കുമ്പോൾ അവർക്കൊപ്പമാണ് ഇവിടുത്തെ UP അല്ലെങ്കിൽ UP അല്ല ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം, രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഒരു ന്യൂനപക്ഷ സംരക്ഷണവുമായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. നമ്മുടെ രാഷ്ട്രത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അവർക്ക് ഇവിടെ വോട്ട് ചെയ്യുന്നതിനോ അവർക്കിവിടെ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനോ വ്യക്തിപരമായിട്ടോ മതപരമായിട്ടോ ഉയരുന്നതിനോ ഒന്നും ഇവിടെ ഒരു സർക്കാരും ഇവിടെ തടസ്സമില്ല. കോടതിയോ ഇലക്ഷൻ കമ്മീഷനോ കേന്ദ്ര സർക്കാരോ ഒന്നും ഇവിടെ അവർക്കൊരു തടസ്സമില്ല. അവരത് കൃത്യമായിട്ട് ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ അനധികൃതമായിട്ട് വരുന്ന ആളുകൾക്ക് സംരക്ഷണ ഭിത്തി ഒരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പിലാവുന്ന കാര്യമില്ല. അതുകൊണ്ട് 52 ലക്ഷം കുടിയേറ്റ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകളെ നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നതിന് ഭാഗമായിട്ടുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പ് തന്നെയാണ് ഈ പറയുന്ന ബീഹാറിൽ നടന്നിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ ഇവർ നോട്ട് ചെയ്യേണ്ട എന്നുള്ളത് തന്നെയാണ് നിലപാട്. അവരെ പേര് വിവരങ്ങൾ പൂർണ്ണമായിട്ടും വെട്ടിമാറ്റിയിരിക്കുന്നു. വന്ദേ മാതരം.